UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ജനങ്ങൾ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഈ 10 വർഷത്തെ ഭരണം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ മാറ്റം സ്വാഭാവികമായും കേരള ജനത ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനം ഇവിടെയുണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ രാഹുൽ ഗാന്ധിക്കാണ് കൊടുക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണവും ഒക്കെ ഈ കാര്യത്തിലുണ്ടായിരുന്നു. നമസ്കാരം. രമേശ് ചെന്നിത്തല ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഇവിടെ വലിയ മുന്നേറ്റം UDFനുണ്ടായതിന് കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രചരണം കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വം അംഗീകരിക്കുന്നതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വലിയ നേട്ടം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന തന്നെയാണ് നമ്മളിപ്പം ഫസ്റ്റിൽ വിഷയമെടുത്ത് ആ വീഡിയോ നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്താണ് അങ്ങയുടെ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം? എന്നോട് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ശത്രുവിനെ പോലെയാണ് രമേശ് ചെന്നിത്തല പെരുമാറുന്നത്. കാരണം കോമൺ സെൻസ് എന്നുള്ള സാധനം എല്ലാവർക്കും ഉണ്ട്. ഇതേ രാഹുൽ ഗാന്ധിയും ഇതേ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവായിട്ടുള്ളപ്പോഴാണ് 2021 തെരഞ്ഞെടുപ്പ് ദയനീയമായി തോറ്റത്. മോശമായില്ല, ദയനീയമായി തോറ്റത് 2016-2021 കാലഘട്ടത്തിൽ. അന്ന് ഇവരൊക്കെ തന്നെയായിരുന്നു നേതാക്കന്മാർ. അന്ന് എന്ത് ഈ ജയം ഉണ്ടാകാത്തത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ നേതാവ് രമേശ് പറഞ്ഞ അർത്ഥത്തിൽ അതിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയും അതിൻ്റെ ചുമതലക്കാരൻ രമേശ് ചെന്നിത്തലയായിരുന്നു. വീണുപോൽ എന്തേ അവിടെ അതാരുടെ കുഴപ്പമാണ്, അല്ലെ ആരുടെ നേട്ടമാണ്? അപ്പോൾ ഒരു സ്ഥലത്ത് നേട്ടം ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേട്ടമാണെങ്കിൽ കോട്ടമുണ്ടായപ്പോഴും നേട്ടമാണെന്ന് സമ്മതിക്കാനുള്ള സാമാന്യ ബുദ്ധി, സാമാന്യ യുക്തി രമേശ് ചെന്നിത്തല കാണിക്കണമായിരുന്നു. ഇവിടെ രമേശ് ചെന്നിത്തലയുടെ ഉദ്ദേശം, സതീശൻ ഒരു കാര്യം ആദ്യം ചെയ്തു, തോറ്റാൽ ഉത്തരവാദി ഞാനെന്ന് പറഞ്ഞു, ജയിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒഴിയുമെന്ന് പറഞ്ഞു. അത് ശരിക്കും ടാർഗറ്റ് ചെയ്തിരിക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. അതിനെ കൗണ്ടർ ചെയ്യാനുള്ള മാർഗം നോക്കുന്നത്. ജയിച്ചാൽ സതീശനൊരു പങ്കുമില്ല. രാഹുൽ ഗാന്ധിയുടെ മഹാമനസ്കത കൊണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം UDFന് വോട്ട് ചെയ്തെന്ന് നാളെ വ്യാഖ്യാനിക്കാം. ഞാൻ അവിടെ കൊണ്ട് കാണിക്കാം, രാഹുൽ ഗാന്ധി പത്രം കൊണ്ട് കാണിക്കാം. അത് ഞാൻ പണ്ടേ പറഞ്ഞതാണ്, അങ്ങാണ് ഞങ്ങളെ ജയിപ്പിച്ചത്. ഈ സോപ്പിടൽ രാഷ്ട്രീയം അല്ലെ, ഇതിന് ഒരു അറുതി വരുത്താതെ കോൺഗ്രസ് ശരിയാകില്ല. കേരളത്തിലെ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത്, UDFനെ ജയിപ്പിക്കുന്നത് മറ്റാരുമല്ല, കേരളത്തിലെ ജനങ്ങളാണ്. അവർക്ക് പിണറായി വിജയൻ ഗവൺമെൻറ്റിനോട് തോന്നിയ അമർഷമാണ് ഇത്തവണത്തെ നേതാക്കന്മാരെക്കാൾ കൂടുതലായിട്ട് ആ അമർഷം പ്രതിഫലിപ്പിക്കുമ്പോഴാണ് ജയിക്കുന്നത്. അത് മാത്രമല്ല, ഈ അമർഷമുള്ളത് കൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ 2021 ഇലക്ഷൻ സമയത്ത് സംഘടനാപരമായി തകർന്നു തരിപ്പണമായ കോൺഗ്രസും UDF ആയിരുന്നു. പരസ്പരം അംഗീകാരമില്ലാതെ തമ്മിൽ തല്ലിയിട്ടായിരുന്നു അന്ന് UDF ഉണ്ടായിരുന്നത്. ടീം UDF ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവായി VD സതീശൻ വരുന്നത്. VD സതീശൻ വന്ന ശേഷം അധികം താമസിയാതെയാണ് തൃക്കാക്കര ഇലക്ഷൻ വന്നത്. ആ തൃക്കാക്കര ഇലക്ഷനിലാണ് ആദ്യമായിട്ട് ടീം UDFൻ്റെ ശക്തമായ പോരാട്ടം നമ്മൾ നേരിട്ട് കണ്ടത്. അന്ന് VD സതീശൻ നേരിട്ട് ആ ഇലക്ഷന് നേതൃത്വം കൊടുത്ത് പിണറായി വിജയൻ ആ മറുഭാഗത്ത് 20 മന്ത്രിമാരുമായിട്ട് ഓരോ വാർഡുകളിലും വീടുകൾ കയറി ഓരോ സമുദായ നായർമാരായ മന്ത്രിമാർ കയറും, ഈഴവ മന്ത്രി കയറും, ക്രിസ്ത്യാനി മന്ത്രി കയറും, ലത്തീൻ മന്ത്രി കയറും. അങ്ങനെ 20 തരത്തിൽ അവർ കയറിയിട്ടും അതിനൊക്കെ മറികടന്ന രൂപത്തിൽ കൃത്യമായി UDFനെ പ്രവർത്തിപ്പിക്കുകയും എണ്ണയിട്ട യന്ത്രം പോലെ കൃത്യമായി പ്രവർത്തിപ്പിക്കുകയും 14,000 വോട്ടിന് PT തോമസ് ജയിച്ച തൃക്കാക്കരയിൽ 25,000 വോട്ടിന് അദ്ദേഹം അവിടെ ഭാര്യ ഉമാ തോമസ് വിജയിക്കുന്നത്. ഇതൊരു അനുഭവമല്ല. അതിന് കണ്ടിന്യൂഷൻ ആയിട്ടാണ് അടുത്തത്. പുതുപ്പള്ളിയിൽ 9,000 വോട്ടിന് ഉമ്മൻചാണ്ടി ജയിച്ച സ്ഥലത്ത് 38,000-ഓളം വോട്ടിനാണ്, 5 ഇരട്ടി, ചെറിയ സംഖ്യയല്ല, 38,000-ഓളം വോട്ടിന് ഉള്ള ഭൂരിപക്ഷത്തിനാണ് പുതുപ്പള്ളിയിൽ ജയിച്ചത്. അതുപോരാ, അത് കഴിഞ്ഞില്ല. അതിന് ശേഷം പാലക്കാട് ഏകദേശം 3,000-ഓളം വോട്ടിന് ഷാഫി പറമ്പിൽ ജയിച്ച സ്ഥലത്താണ് അദ്ദേഹം വടകരയിൽ ലോക്സഭ MP ആയതിന്റെ പേരിൽ ഇലക്ഷൻ വന്നപ്പോൾ അവിടെ നിന്ന് 18,000-ഓളം വോട്ട്, 18,890 വോട്ടിന് 6 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നത്. അതേ അപ്പം തന്നെ ചേലക്കരയിൽ 40,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം K രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ലോക്സഭയിലേക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി പേടിയിൽ അദ്ദേഹം നാളെ ക്ലെയിം ചെയ്യുമെന്നുള്ള പേടി, മുതിർന്ന നേതാവ് വളർന്ന അവസാനം അദ്ദേഹത്തിന് പേരും പ്രശസ്തികളാണ്
നിസ്വാർത്ഥനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. നീ അദ്ദേഹം ഡൽഹിക്ക് പിണറായിക്ക് എതിരെ അല്ലെങ്കിൽ മരുമോൻ കൊണ്ടുവരുന്ന തടസ്സമാകുമോ എന്ന് കരുതിയിട്ട് ആദ്യത്തെ വെട്ടി. ആ വെട്ടിയപ്പാട് എന്താ നടന്ന ഇലക്ഷനിൽ 28,000 വോട്ടാണ് കുറഞ്ഞത്. അവിടെയാണ് പ്രധാനം. ഇനി അതിനകത്ത് ഒരു കാര്യം കൊണ്ട് എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ആ ചേലക്കരയിലെ തോൽവി ഭൂരിപക്ഷം അത്രയും കുറഞ്ഞെങ്കിൽ പോലും അവിടെ ഈ സോപ്പിടിയിൽ രാഷ്ട്രീയം ചില കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയ്ക്ക് കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആ ഭാഗത്താണ് കൂടുതൽ ശ്രമിച്ചത്. വയനാട് തൊട്ട് ഇപ്പോഴാണല്ലോ ഇവിടെ ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ ഒരു 1-2 മീറ്റിങ്ങുകളെങ്കിലും ചേലക്കര വെച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അപ്പോൾ ആ ഇവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിയങ്കയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി ചേലക്കരയിലെ പ്രചാരണം ഇവർ അവഗണിച്ചു. ഇവരുമായി സംഭവിക്കണമെന്നറിയാമല്ലോ. അന്ത്യ രാഹുൽ ഗാന്ധി അവിടെ കൊണ്ടുപോകാത്തേ. കാരണം ഇവർക്ക് ഞങ്ങളാണ് പ്രിയങ്കയ്ക്ക് ഇത്രയും വോട്ട് കൂടി തന്ന് ഇത്രയും ഭൂരിപക്ഷം കൂടി രാഹുൽ ഗാന്ധിയൊക്കെ കൂടുതൽ ഭൂരിപക്ഷം കഴിയും. അതുകൊണ്ട് മാത്രമാണ് ഇനി ഇപ്പോഴും ഉണ്ട്, വീണ്ടും ഉണ്ട്. ഇന്ന് വരെ ആ പൂക്കോട് വെറ്ററിനറി കോളേജിലേക്ക് രാഹുൽ ഗാന്ധിയെ പ്രിയങ്കയെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. അതിൻ്റെ പറ്റാത്തേ. ആ വയനാടിൻ്റെ മൊത്തം പൊളിറ്റിക്കൽ ക്ലൈമറ്റ് മാറി. ഒരു സമുദായ സംഘടന പുറകെ പോകണ്ട. അത് ചെയ്യാതെ സൂത്രത്തെ ക്രിയേറ്റ് ചെയ്യാൻ ഇവരെല്ലാം നോക്കുന്നത്. ആ പ്രശ്നമാണ് കോൺഗ്രസിന് ഈ രീതിയിൽ കൊണ്ടുവന്നത്. അതിനിവിടെ സ്വല്പം ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്ക് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിന് ഉണ്ടാക്കി കൊടുത്തത് വി.ഡി. സതീശനാണ്. അതെ, അതിനുശേഷം നമ്മൾ ഏറ്റവും അധികം കാണേണ്ടത് നിലമ്പൂരിലെ ഇലക്ഷനാണ്. അവിടെ പി.വി. അൻവറുമായി ഏറ്റുമുട്ടിയിട്ടാണ് പി.വി. അൻവർ കൂടെ കൂട്ടണ്ട എന്ന് ഡിസിഷൻ എടുത്ത ആരാണ്? ഈ പറയുന്ന സതീശനാണ്. എന്നിട്ട് അവിടെ നിന്ന് 12,000 വോട്ടിന് ജയിച്ചു. 3,000 വോട്ടിനാണ് തോൽവിയെങ്കിൽ 12,000 വോട്ടിന് ജയിച്ചു എന്ന് മാത്രമല്ല 20,000 വോട്ട് അൻവറും പിടിച്ചോടെ. മരുന്നും കൂടി കൂട്ടുമ്പോൾ ഇപ്പോൾ അവർ ഒരുമിച്ചാണല്ലോ 32,000 വോട്ടായി. അതേ അൻവറിനെ തിരിച്ച് UDF കൊണ്ടുവന്ന് കൈ കൊടുത്ത് അവിടെ ബേപ്പൂരിൽ മരുമോനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഉള്ള തന്ത്രം മെനക്കെട്ടിപ്പിച്ച ആരാണ്? സതീശനാണ്. ഇനി അതിനേക്കാൾ അപ്പുറമുള്ള ഒരു കാര്യം, ഈ ടീം UDF എന്ന് പറയുന്ന സങ്കല്പം, ആ വാക്കുകളിലുള്ള ആ ശക്തിയായിട്ടുള്ള ജനങ്ങളിലേക്കും UDF സാധാരണ പ്രവർത്തകരിലേക്കും സന്നിവേശിപ്പിച്ച് ടീം UDF വലിയൊരു പ്ലാറ്റ്ഫോമാണ്. സത്യത്തിനും നീതിക്കും ജനങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തിനുള്ള ഒരു വേദിയാണെന്ന് വരുത്തിച്ച് അത് കൃത്യമായി CPM-നുള്ളിൽ വിള്ളലുണ്ടാക്കി അതിലെ പ്രമുഖരായ ആളുകൾക്ക് UDF ഇവിടെ വന്ന് വർക്ക് ചെയ്യാം, ഇവിടെ പ്രവർത്തിക്കാം, അവർക്ക് വേദിയാക്കി മാറ്റി എന്നുള്ള ഇടതുപക്ഷ മൂല്യങ്ങളുള്ളത് ഇവർക്കാണെന്ന് UDF-നാണെന്ന് കാണിച്ചു കൊടുത്തു. അതെ, ഇടതുപക്ഷ മൂല്യങ്ങൾ ഉള്ളത് UDF-നാണെന്നും പിണറായി വിജയൻ കുത്തക ബൂർഷാസിയാണെന്നും അതിന്റെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ അപ്പുറത്ത് വലതുപക്ഷ വ്യതിയാനത്തിൽപ്പെട്ടതാണെന്നും ഇത് ഇടതുപക്ഷമാണെന്നും കൃത്യമായി കൊണ്ടുവരാനും വി.ഡി. സതീശന് കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഒരു സ്വന്തം പാർട്ടിയിലെ പ്രമുഖനായ വളർന്നു വരുന്ന രാഹുൽ മാങ്കൂട്ടം ഒരു പെണ്ണ് കേസിലേക്ക് പിടിക്കപ്പെടുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ച പോലെ UDF-നെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനെ ആദ്യം തന്നെ പ്രതിരോധം തീർക്കാൻ വേണ്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പിന്നെ ഡിസ്മിസ് ചെയ്തു. കാരണം ഇതിനെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി ബോധവാനായിരുന്നു. 10-15 ഇങ്ങനത്തെ കേസ് ഉണ്ട്, അത് കേസ് നിലനിൽക്കില്ലായിരിക്കാം, പക്ഷെ അത് UDF-നെ നശിപ്പിക്കാൻ പറ്റുന്ന ആയുധമാണെന്ന് മനസ്സിലാക്കി ആദ്യം അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുകയും അങ്ങനെ പിണറായി വിജയന്റെ മേലേക്ക് തിരിച്ച് പണി കൊടുക്കുകയും ചെയ്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നയം ആയിരുന്നു, ഒരു തീരുമാനമായിരുന്നു, ഡിസിഷനായിരുന്നു എടുത്തത്. അതുകൊണ്ടുണ്ടായ ഗുണം എന്താ പറയുക, നേരെ വന്നിരുന്ന സംഭവത്തെ തടഞ്ഞു നിർത്തുക മാത്രമല്ല തിരിച്ച് പണി കൊടുത്തു. അതായത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആൾക്കാരെ പോലും നിങ്ങൾ പുറത്താക്കിയില്ലല്ലോ, ഞങ്ങൾ ഇങ്ങനെ ആരോപണം വന്നപ്പോ ഞങ്ങൾ പുറത്താക്കിയില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പൊ ആ പ്രശ്നത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായ വഴിക്ക് കേരളത്തിൽ പിണറായി വിജയൻ കൊണ്ടുവന്ന ലൈംഗിക രാഷ്ട്രീയ ആരോപണങ്ങൾ കൊണ്ടുവന്ന് പാവാട രാഷ്ട്രീയം, ആ പാവാട രാഷ്ട്രീയത്തെ അടിച്ചൊതുക്കിക്കാണ് വി.ഡി. സതീശൻ ഉറച്ച തീരുമാനം വി.ഡി. സതീശന്റെ. ഇനി വേറൊരു കാര്യം കൂടി, കഴിഞ്ഞ തവണ ഇലക്ഷൻ ഈ തവണ ഇലക്ഷൻ വന്നപ്പോൾ MP-മാർ മത്സരിക്കാൻ പാടില്ല എന്ന് കർശന നിലപാടെടുത്തത് ആരാണ്? വി.ഡി. സതീശനാണ്. എന്തുകൊണ്ടാണ്? എത്രയോ ആളുകൾ ഇവിടെ മത്സരിക്കാൻ വേണ്ടി കഴിവുള്ള ആളുകളുണ്ട്, അവർക്ക് അവസരം കൊടുക്കണം. MP-മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ MP-മാരെ എല്ലാ സുഖസൗകര്യങ്ങളോട് നിൽക്കുകയാണ്. കെ സുധാകരന് പ്രധാനമായും ഈ വി.ഡി. സതീശനോടുള്ള ദേഷ്യം അതാണ്. ശരിക്കും കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്ത തുറന്ന മനസ്സിന്റെ ഉടമയായി മാറേണ്ടതാണ്. അദ്ദേഹത്തെ കുത്തിത്തിരിപ്പുണ്ടാക്കി എന്ത് ചെയ്തു? കൃത്യമായി അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടത് വഴി അദ്ദേഹം കഴിഞ്ഞ തവണ MLA സ്ഥാനം കിട്ടിയില്ലേ പ്രശ്നമാണെന്ന് വഴി UDF-നുള്ളിൽ വലിയ വിള്ളലാണെന്ന് ഉണ്ടാക്കി തീർക്കാൻ
അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞു. അതൊരു 2-3% വോട്ടെങ്കിലും കുറയ്ക്കാൻ 2000 വോട്ടെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂൻസി കുറയ്ക്കാനും സാധിക്കും. ഇവർ തമ്മിൽ തല്ലുന്ന ആൾക്കാരാണെന്ന് വരുത്തിക്കുന്നതിൽ കെ സുധാകരൻ അങ്ങനത്തെ പരിപാടി വെച്ചു. അവിടെയൊന്നും നമ്മളെ രമേശ് ചെന്നിത്തലയെ കണ്ടിട്ടില്ല. രമേശ് ചെന്നിത്തല നല്ല ആളല്ല എന്നൊന്നും ഞാൻ അല്ലല്ല, രമേശ് ചെന്നിത്തല കണ്ടില്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ വെള്ളാപ്പള്ളിയും പിണറായിയും സുകുമാരൻ നായരുമായിട്ട് കൈകോർത്ത് നിൽക്കുന്ന സുകുമാരൻ നായരുമായിട്ടാണ് രമേശ് ചെന്നിത്തല. ആ സുകുമാരൻ നായരാണ് രമേശിന് ആഭ്യന്തരമന്ത്രി സ്ഥാനം മേടിച്ചു കൊടുത്തത്. അവിടെ ആ വിധേയത്തായി കഴിയും. അല്ല, അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ചിട്ടോ അദ്ദേഹം അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയില്ല എന്നൊന്നും നമുക്ക് പക്ഷമില്ല. 2016 2021 വരെ അദ്ദേഹം കൊണ്ടുവന്ന അഴിമതി കഥകൾ, പിണറായി വിജയനെതിരെയുള്ള അഴിമതി കഥ 1, 2, 3, 4 എന്നല്ല, പക്ഷെ അത് ജനങ്ങളിൽ എത്തിക്കുന്നതിൽ, സംഘടനാപരമായി താഴേക്ക് ഇറങ്ങുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് വലിയ ആളായിട്ട് നടന്നു എന്നല്ലാതെ സാധാരണക്കാരിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. അണികളെ ഓരോ സ്ഥലത്തും ചെന്ന് കൃത്യമായി ഡെവലപ്പ് ചെയ്ത് അവര് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ വി.ഡി. സതീശൻ ചെയ്ത അതാണ്, രമേശ് ചെന്നിത്തല ചെയ്യാത്ത അതാണ്. അങ്ങനെ ചെയ്ത് കൃത്യമായി ഘട്ടം ഘട്ടമായി പാർട്ടിയെയും UDF-നെയും സജ്ജമാക്കി ഇലക്ഷൻ വന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വമ്പൻ വിജയം നേടി. സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുന്ന രാഹുൽ ഗാന്ധിയുടെ നേട്ടമായിരിക്കാം. പക്ഷെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിന്റെ നേട്ടം ആർക്ക് കൊടുക്കണം? പ്രതിപക്ഷ നേതാവിന് കൊടുക്കണം. കാരണം ഇവിടെ KPCC പ്രസിഡന്റിനെ മാറ്റിയ ശേഷം എല്ലാം നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് ആര് മാറി? സതീശൻ മാറി. അച്ഛനെ മറ്റൊരു പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതല്ല, അങ്ങനെ കൊണ്ടുവന്ന് ഭരണത്തിൽ വരെ കൊണ്ടുവന്ന ശേഷം ഭരണത്തിലെത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണം ചെയ്ത ശേഷം അതിന്റെ ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ അവകാശവാദവുമായി വന്ന് രമേശ് ചെന്നിത്തല പറയാണ് രാഹുൽ ഗാന്ധിയാണ് ഇവിടുത്തെ നേട്ടത്തിന് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞ മഹാരാഷ്ട്ര വാദം കൃത്യമാണ്. മഹാരാഷ്ട്രയിൽ പോയി തെരഞ്ഞെടുപ്പിന് അവിടെ ലോക്സഭാ ഇലക്ഷനിൽ വിജയിച്ചിട്ടും എന്തേ നിയമസഭയിൽ അവർ വിജയിപ്പിക്കാഞ്ഞത്? അതിന്റെ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കും പിന്നെ രമേശ് ചെന്നിത്തല. കോഴിക്കോട് കോർപ്പറേഷൻ ചുമതലക്കാരായിരുന്നു. അതെ, അത് ആയിരിക്കാം. അത് കുറഞ്ഞ വോട്ടിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രവർത്തിച്ചില്ല. കോഴിക്കോട് ജില്ല നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയെ കുറിച്ചിട്ട് നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ഉണ്ടായി. പ്രവീൺ അടക്കം, അതെ, പ്രവീൺ ആ പ്രാദേശികമായി പ്രവീണിന്റെ പോരാട്ടം മാത്രമല്ല അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിലുള്ള നേട്ടങ്ങൾ, അതോടെ രമേശ് ചെന്നിത്തല അത് കാര്യമായി പ്രവർത്തിച്ചില്ല എന്നുള്ളതല്ല. പക്ഷെ ഇതിന്റെ മൊത്തം കോർഡിനേഷൻ ആർക്കാണ്? പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സതീശനാണ്. ആ സതീശനോട് അദ്ദേഹം പറയേണ്ടിയിരുന്നത് വി.ഡി. സതീശന്റെ കഴിഞ്ഞ 5 വർഷത്തെ നേട്ടങ്ങൾ ഒരാൾക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി ശ്ലാഘനീയമാണ്, എല്ലാം മാതൃകയാണ്. എല്ലാ സ്റ്റേറ്റിലും ഇത് മാതൃകയാക്കിയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അദ്ദേഹം നടത്തിയ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഏത് സ്ഥലത്തും ഒരു പാർട്ടിയെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. എങ്ങനെയാണോ ഇവിടെ, അതായത് നമ്മുടെ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി ഒന്നുമില്ലാത്ത അവിടെ കോൺഗ്രസിനെ ഒറ്റയടിക്ക് ഡെവലപ്പ് ചെയ്തത് കൊണ്ടുവന്നത്, അതേപോലെ തന്നെ മറ്റൊരു രേവന്ത് റെഡ്ഡിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വി.ഡി. സതീശൻ. ആ വി.ഡി. സതീശൻ ഇപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം എല്ലാ പരിപാടിയും കഴിഞ്ഞ് എന്റെ പണി കഴിഞ്ഞു എന്നുള്ള രൂപത്തിൽ, പ്രതിപക്ഷ നേതാവ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്. ഞാനത് ഏറ്റെടുക്കുമ്പോൾ ഒന്നുമില്ലാതെ കിടക്കുന്ന UDF മുന്നണിയെ അല്ല കോൺഗ്രസിനെ, തകർന്ന നിരാശരായ കോൺഗ്രസിനെ മാറ്റി നമുക്ക് വിജയിക്കാൻ പറ്റും, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കി കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ അധികാരത്തിൽ വരെ എത്തിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ അധികാരത്തിൽ എത്താനുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇനി ഞാൻ ഒന്ന് കുറച്ച് സമയം ഫ്രീ ആയിട്ട് മനസ്സൊന്ന് റിലാക്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ടൂറിന് പോയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം ഒന്ന് മാറി എന്ന് റിലാക്സ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി കഴിഞ്ഞു. ഇനി ബാക്കി ആരുടെ ജോലിയാണ്? രമേശ് ചെന്നിത്തലയെ പോലെ ആളുകൾ, അതേപോലെ കെ സുധാകരനെ പോലെ ആളുകൾ മുൻകൈ എടുത്തിട്ട് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കി ആ സീറ്റിലെത്തിക്കുക എന്നുള്ള പരിപാടിയാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞ രമേശ് ചെന്നിത്തല എന്നെ ഏറ്റവും അധികം സഹായിച്ച ഒരാളാണ് എന്ന് ബോധ്യത്തോട് കൂടിയിട്ടാണ്. ലാവ്ലിൻ കേസിൽ അദ്ദേഹത്തിന്റെ സഹായം എനിക്ക് നന്നായി കിട്ടിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര നേട്ടമുണ്ടാക്കി തന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല. അന്ന് വീരേന്ദ്രകുമാർ ആണ് അതിന് മുന്നിൽ നിന്നത്. അതിന്റെ അപ്പുറത്ത് നിന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത രമേശ് ചെന്നിത്തലയായിരുന്നു എന്നുള്ള കാര്യം അത് സംശയമില്ലാതാണ്. എന്തിന് V.S. അച്യുതാനന്ദനാണ് ഏറ്റവും അധികം സഹായിച്ചത്. കാരണം ഞാൻ ഇതിന്റെ അന്നത്തെ എൻ്റെ അഡ്വക്കേറ്റ് ശാന്തിഭൂഷൺ അടുത്ത് ചെല്ലുമ്പം എന്നെ പുറത്തു വന്ന് സ്വീകരിച്ച് കൊണ്ടുപോവുക അകത്തേക്ക്. എന്താ കാര്യം? V.S. അച്യുതാനന്ദൻ്റെ ആളാണ് ഞാൻ എന്നുള്ള നിലയാണ് എനിക്ക് അവിടെ സ്വീകരണം കിട്ടിയത്. അപ്പോൾ അതൊക്കെ നമ്മൾ മറക്കാൻ പറ്റുന്നതല്ല. എല്ലാവരെയും എനിക്ക് സഹായം കിട്ടിയിട്ടുണ്ട് ഈ ലാവ്ലിൻ കേസിലൊക്കെ. പക്ഷെ ഇവിടെ ഒരു സത്യത്തെ മറച്ചു വെക്കാൻ, സൂര്യനെ എത്രമാത്രം മറച്ചു വെച്ചാലും
കാർമേഘം വന്നാൽ മാറ്റി വെച്ചാലും കുറച്ച് കഴിഞ്ഞാൽ സൂര്യനായിട്ട് വരും. അതേപോലെ ഇവിടെ വി ഡി സതീശൻ നടത്തിയ ധീരമായ ശക്തമായ പ്ലാനിങ്ങോട് കൂടിയ പ്രവർത്തനവും വിജയവും അത് കണ്ടില്ല എന്ന് അടിച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രത്യാക്രമണത്തിന്റെ കാര്യത്തിലും പ്രതിരോധത്തിന്റെ കാര്യത്തിലും വി ഡി സതീശൻ വിജയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പ്രത്യാക്രമണം നടത്തി പ്രതിരോധിക്കുകയത്, അല്ലെ അത് കോൺഗ്രസിനെ കൊണ്ട് പോയേനെ. പിന്നെ രണ്ടാമത്തെ രമേശ് ചെന്നിത്തലയൊക്കെ പറയേണ്ട ഒരു കാര്യം, രമേശിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ ഒരാൾ MLA ആകുമ്പോൾ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിന് ശ്രമിക്കുമ്പോൾ, അത് ഷുക്കൂറായാലും VS ശിവകുമാർ ആരായാലും, ഇതെങ്ങനെ ഓരോരുത്തരുടെ സ്ഥാനാർത്ഥിയായത് ഇവരെല്ലാം നാട്ടുകാരുടെ കോൺഗ്രസ്സുകാരുടെ MLA അല്ലേ, പഴകുളം അത് വേണുഗോപാലല്ലേ, ഇങ്ങനെ ഓരോരുത്തരും ബ്രാൻഡ് ചെയ്ത് അല്ലെ കുറേ പേരെ എത്തിനാക്കുക, കുറേ പേരെ യാക്കോബൈറ്റാക്കുക, ഇങ്ങനെ സമുദായ സംഘടനകൾക്ക് വീതിച്ചു കൊടുത്ത് കോൺഗ്രസിനെ കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാതാക്കിയ ആ മനസ്സിപ്പോൾ ഒന്ന് മാറിക്കിട്ടിയാൽ നന്നായിരുന്നു. അത് കൃത്യമായിട്ട് വി ഡി സതീഷിന്റെ നിലപാട് NSSനെയും അതേപോലെ SNDPയെയും ഒരേപോലെ ആ ബാലൻസ് അവിടെ നിർത്തിവെച്ചിട്ട് ജനങ്ങളെ വിശ്വാസം എടുത്ത്, അണികളെ വിശ്വാസം എടുത്ത്, പ്രശ്നങ്ങളെ വിശ്വാസം എടുത്ത് അതിനുവേണ്ടി പോരാട്ടം നടത്തി UDFനെ സജ്ജമാക്കി. അവസാനം വെള്ളാപ്പള്ളിക്ക് മാറ്റി പറയേണ്ടി വന്നില്ലേ, 100 സീറ്റ് കിട്ടില്ല, എന്നിട്ട് അതോടുകൂടി വനവാസത്തിന് പോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളാപ്പള്ളി ഇപ്പൊ എന്താ പറഞ്ഞത്? സതീശ മുഖ്യമന്ത്രിയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം അതെങ്ങനെ പറഞ്ഞു? അതാണ് ഒരാളുടെ കൃത്യമായുള്ള പ്രവർത്തനം, സത്യസന്ധമായ കാര്യങ്ങളിൽ കൃത്യമായുള്ള പ്ലാനിങ് പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ ആരാണ് വിജയിക്കും, ആ വിജയം വരാൻ പോണു എന്ന് വെള്ളാപ്പള്ളിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്കും അതേപോലെ KC വേണുഗോപാലിനും അത് ബോധ്യപ്പെടാത്തത്? അവരെന്തിനാണ് ഇപ്പം ഞങ്ങൾക്കൊന്നും അറിയില്ല നല്ലത്? KC വേണുഗോപാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരെ, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നുമില്ല, അവിടെ പ്രവർത്തിച്ച ആള് വി ഡി സതീശനാണ്, അദ്ദേഹമാണ് അതിന് യോഗ്യനായ ആളെന്ന് മലയാളത്തിൽ കൃത്യമായി പറയാൻ എന്താണ് KC വേണുഗോപാലിന് മടി? അല്ല, അത് പറഞ്ഞാൽ KC വേണുഗോപാല് കേരളത്തിന്റെ മൊത്തം നേതാവാകും, അദ്ദേഹത്തെ നമ്മൾ എല്ലാവരും അംഗീകരിക്കും. അതേപോലെ രമേശ് ചെന്നിത്തല ഈ മന്ത്രിസഭയിലെ പ്രധാന ആളാണ്. ഇപ്പൊ വേണുഗോപാലിനെ കോൺഗ്രസ് പ്രവർത്തകർ ഒരു വില്ലനായിട്ട് അവരുടെ മനസ്സിൽ കാണുകയാണ്. ഈ ഐക്യത്തിന്റെ ബാലൻസ് ഇപ്പോൾ ഉണ്ടായ ഉത്സാഹത്തെ ഊതിക്കെടുത്തുന്ന രീതിയിലാണ് വേണുഗോപാൽ. എവിടെ നിന്നാലും ചിലപ്പോൾ ഇരിക്കൂർ പോയി നിന്നാൽ പോലും കോൺഗ്രസ് പ്രവർത്തകർ തോൽപ്പിച്ചു വിടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പോണ കണ്ടിട്ട്. കാരണം കണ്ണൂരിൽ K സുധാകരന്റെ FB പോസ്റ്റിന് താഴെ 10,000ങ്ങളാണ് പൊങ്കാലിട്ടത്. അത് ജനങ്ങളുടെ വികാരമാണ്, അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ പുതുയുഗ യാത്രയൊക്കെ വരുമ്പോഴേ നമ്മൾ ഇങ്ങനെ പ്രളയം വരുന്ന മാതിരിയാണ് വി ഡി സതീശന്റെ ആ വരവ്. അത് വി ഡി സതീശനോടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരമാണ്. ആ അംഗീകാരം കോൺഗ്രസിന്റെ ഇങ്ങനത്തെ നേതാക്കന്മാര് കൂടി കാണിക്കേണ്ട വിവേകം ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്.